ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത മിറാഷ് എന്ന സിനിമ പുറത്തിറങ്ങിയപ്പോൾ ട്വിസ്റ്റിന് വേണ്ടി ട്വിസ്റ്റ് എന്ന രീതിയിൽ ആ സിനിമയിൽ ചെയ്തു വെച്ചത് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിരുന്നു. ഇന്ദ്രജിത്ത് സുകുമാരൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടുള്ള ധീരം ട്വിസ്റ്റുകൾ ഒഴിവാക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അൺപ്രഡിക്റ്റബിൾ ആകാൻ വേണ്ടി ഈ സിനിമ ഇടയ്ക്കിടയ്ക്ക് പുതിയ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത് കാണുമ്പോൾ ഇതിലും ഭേദം കുറച്ച് ട്വിസ്റ്റുകളായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോയാൽ തെറ്റ് പറയാൻ പറ്റില്ല. പുതിയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ ഉദ്വേഗം സൃഷ്ടിക്കാൻ പറ്റാത്തതുകൊണ്ടും ഓരോ ചാപ്റ്ററുകളിലും പടം അവ അർഹിക്കുന്നതിലും കൂടുതൽ സമയം ചെലവഴിക്കുന്നതുകൊണ്ടും ധീരം എന്ന സിനിമ നമ്മുടെ ക്ഷമയെ പരീക്ഷിച്ചുകൊണ്ട് കണ്ടു ശീലിച്ച ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്ന സിനിമയാണ്. DIGയുടെ നെഫ്യൂവിന്റെ കൊലപാതക കേസ് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ നായക കഥാപാത്രമായിട്ടുള്ള SI സ്റ്റാലിന് ലഭിക്കുകയാണ്. അന്വേഷണം വേറെ ഒരാളിലേക്ക് നീണ്ട് അയാളെ കണ്ടെത്താൻ അന്വേഷണ സംഘം പോകുമ്പോഴേക്കും അയാൾ മരണപ്പെട്ടതായിട്ട് അവരറിയുന്നു. ആകെ മൊത്തത്തിൽ ഒരു സീരിയൽ കില്ലർ ഇതിന്റെ ഭാഗമാകാനുള്ളതിന്റെ സാധ്യത സ്റ്റാലിൻ മനസ്സിലാക്കുന്നു. എന്താണ് ആ കില്ലറുടെ മോട്ടീവ്, ആരാണ് കില്ലർ എന്ന് കണ്ടുപിടിക്കാനുള്ള സ്റ്റാലിന്റെയും ടീമിന്റെയും ശ്രമങ്ങളുമാണ് ഈ പടത്തിൽ നമ്മൾ കാണുന്നത്. ഏറ്റവും അവസാനം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യവും അതിലേക്ക് നമ്മുടെ നായകൻ വലിച്ചഴക്കപ്പെടാനുള്ള കാരണവും അറിയുമ്പോൾ ഓൺ പേപ്പർ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു ഡയലോഗിൽ നിന്ന് തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളെ വീണ്ടും വീണ്ടും പരത്തി പറയുന്ന രീതിയിലുള്ള തിരക്കഥാരചന പടത്തെ ഒരു മടുപ്പിക്കുന്ന അനുഭവമാക്കി മാറ്റുന്നുണ്ട്. എഡിറ്റിംഗിന്റെ വളരെ ഹിഡൻ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലുള്ള ആവർത്തനം പരമാവധി ഒഴിവാക്കുക എന്നത്. ധീരം എന്ന സിനിമയിലേക്ക് വരുമ്പോൾ സ്ക്രിപ്റ്റ് എഡിറ്റിംഗ് ലെവലിലും ഫിലിം എഡിറ്റിംഗ് ലെവലിലും കഥയ്ക്ക് അത്യാവശ്യമല്ലാത്ത പല സാധനങ്ങളെയും ഒഴിവാക്കാൻ അണിയറ പ്രവർത്തകർക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഉള്ളതുപോലെ തോന്നി. പരത്തിപ്പറച്ചിൽ പരമാവധി കുറച്ചു കൊണ്ടുവന്നിരുന്നെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ത്രില്ലറായിട്ട് ധീരം മാറിയേനെ. അതുപോലെ തന്നെ കേസിന്റെ ഒരു ഇന്റൻസിറ്റിയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റുന്ന മറ്റൊരു ഘടകമാണ് ഇതിലെ ഡയലോഗുകൾ. ഈ അടുത്തായി ചർച്ചകളിൽ നിന്ന ഒരു കാര്യമായിരുന്നു സെക്കൻഡ് സ്ക്രീൻ വ്യൂയിങ് എന്ന പരിപാടിക്ക് സഹായകരമാകുന്ന രീതിയിൽ തിരക്കഥ എഴുതാൻ OTT പ്ലാറ്റ്ഫോമുകൾ എഴുത്തുകാരോട് പറയുന്നു എന്ന കാര്യം. അതായത് മൊബൈൽ തോണ്ടിക്കൊണ്ട് പടം കാണുന്നവർക്കും പ്ലോട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഡയലോഗുകൾ എഴുതാൻ പറയുന്ന പരിപാടി. ഏതാണ്ട് ആ ഒരു നിലവാരം ധീരത്തിലെ പല ഡയലോഗുകൾക്കും തോന്നി. കൊള്ളാവുന്ന 10 ത്രില്ലറുകൾ കണ്ടിട്ടുള്ള ആർക്കും ഒരു ക്രൈം സീനിൽ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് പോലീസുകാർ എടുക്കുക എന്നതിനെപ്പറ്റി ഒരു ചെറിയ ധാരണയുണ്ടാകും. എന്നാൽ ഈ സിനിമയിൽ അത്തരത്തിലുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രം കോൺസ്റ്റബിൾമാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ഡയലോഗ് എഴുതുമ്പോൾ ഇങ്ങനെ ഇവർ സംസാരിക്കുമോ എന്ന് ചിന്തിക്കാത്തത് കൊണ്ട് പറ്റുന്ന പോലത്തെ പാളിച്ചകളാണിത്. ഒരു സാധാരണ റിവെഞ്ച് ത്രില്ലർ അല്ല എന്ന് കാണിക്കാൻ വേണ്ടി പ്രഡിക്ഷൻ പൊളിക്കാൻ പുതിയ പുതിയ കഥാപാത്രങ്ങളെ ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് ഈ തിരക്കഥ പോകുന്നത്. അമിതമായിട്ട് ഈ ഒരു പരിപാടി ചെയ്യുന്നത് കൊണ്ട് പടത്തിന്റെ അവസാനത്തേക്കൊക്കെ വരുമ്പോൾ ഒരു സർപ്രൈസ് തോന്നുന്നതിന് പകരം പുതിയൊരു ക്യാരക്ടറിനെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഓരോ സീൻ ചേഞ്ച് ചെയ്യുമ്പോഴും ലൗഡായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുന്നുണ്ട്. ഒരു ഘട്ടം കഴിയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് വിചാരിച്ച ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. ഇന്ദ്രജിത്ത് തന്റെ ടിപ്പിക്കൽ ശൈലിയിൽ തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ കഥാപാത്രത്തെ വിശ്വസനീയമാക്കാൻ വേണ്ട എനർജിയും ആവേശവും ഒക്കെ പുള്ളിയുടെ പെർഫോമൻസിലുണ്ട്. ഈ കഥാപാത്രത്തിന് ഒരു ആട്രിബ്യൂട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. അതായത് ക്രൈം സീനുകളിൽ ചെന്ന് അവിടെ എന്തായിരിക്കും സംഭവിച്ചത് എന്ന് കണ്ണടച്ച് ഇമാജിൻ ചെയ്യുന്ന ഒരു ഫിൽമി പരിപാടി. സംഭവം ക്ലൈമാക്സിൽ ആ ഒരു സംഗതിക്ക് പ്രാധാന്യം ഉണ്ടെങ്കിലും തുടക്കത്തിലെ ഭാഗങ്ങളിൽ ഇത് ബോറായിട്ട് അവതരിപ്പിച്ചതുകൊണ്ട് ഒടുക്ക ഇത് വരുമ്പോൾ വിചാരിച്ചൊരു ത്രിൽ ഫാക്ടർ അങ്ങോട്ട് വർക്കാകുന്നില്ല. ദിവ്യ പിള്ളയും നിഷാന്ത് സാഗറുമാണ് ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്ന സ്റ്റാലിൻ എന്ന കഥാപാത്രത്തിന്റെ ടീം മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. പെർഫോമൻസ് വൈസ് കാര്യമായിട്ടൊന്നും തന്നെ ഇവർക്ക് ചെയ്യാനില്ല. റെബ മോണിക്ക ജോണിന് ഈ സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട്. ജേർണലിസ്റ്റ് ആയിട്ട് വരുന്ന റെബയുടെ ഡയലോഗ് ഡെലിവറി വളരെയധികം ബോറായിരുന്നു. ആ കഥാപാത്രത്തിന്റെ പ്രാധാന്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന ലെവൽ അരോചകമായിരുന്നു പിടിച്ചിട്ടുള്ള മലയാളം പറച്ചിൽ. ഒരു ചെറിയ സ്പോയിലറാണ്, ട്രെയിലറിലോ പോസ്റ്ററിലോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലാത്തൊരു തമിഴ് നടി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഓരോ സബ് പ്ലോട്ടും വലിച്ചു നീട്ടിക്കൊണ്ട് ഒരു സിമ്പിൾ റിവെഞ്ച് പരിപാടിയെ ധീരം എന്ന സിനിമ ഓവർഡു ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഈ മൊത്തം പരിപാടിയുടെ മൂല കാരണം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ പടം തുടങ്ങിയത് എവിടെയായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അതൊക്കെ വേറെ ഏതോ പടമാണോ എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. മെലോഡ്രാമയുടെ അതിപ്രസരമുള്ള ഭാഗങ്ങളെ ഒന്ന് ക്രിസ്പായിട്ട് ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ 2.5 മണിക്കൂർ പടത്തിലെ ഒരു അരമണിക്കൂറെങ്കിലും അവർക്ക് കുറയ്ക്കാൻ പറ്റുമായിരുന്നു എന്ന് തോന്നി. ഒന്ന് സ്റ്റൈലാക്കാൻ വേണ്ടി ഹൈ റേഞ്ചിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് കേരള പോലീസ് അനുവദിച്ചിട്ടുള്ള ഗൂർഖ ജീപ്പ് ഈ സിനിമയിൽ കോഴിക്കോട് സിറ്റിക്കകത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥനായ നായകൻ ഉപയോഗിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഏതാണ്ട് സിനിമയും ഇതേപോലെ ത്രില്ലറിന് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം കാണാനൊരു ത്രില്ലർ ആവാനാണ് ശ്രമിക്കുന്നത്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്